ഞാൻ ആദ്യമേ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഈ ജഡ്ജി ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വേർഡിക്റ്റ്, എന്തെങ്കിലും വളരെ പ്രശസ്തമായിട്ടുള്ള പിന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ക്രിസ്ത്യാനിയൊക്കെ ദത്തെടുക്കാനുള്ള റൈറ്റ് ഒന്നും നിയമത്തിലൊന്നും കണ്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾക്കും ദത്തെടുക്കാൻ അവകാശമുണ്ട് എന്ന് ഞാനൊരു ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിന് വളരെ പ്രാധാന്യം വെച്ചാൽ അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാർ അതിൻ്റെ കോപ്പി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ലൈഫ് സെൻറ്റൻസേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കൊടുത്തതെല്ലാം ജീവപര്യന്തം അല്ലാതെ തൂക്കാൻ ഞാൻ വെച്ചിട്ടില്ല. ഒന്നും തൂക്കാൻ കൊടുത്തിട്ടില്ല. അതിലെനിക്ക് അത് ആവശ്യമാണെന്ന് മനസ്സിൽ തോന്നിയാൽ പോലും കൊല്ലാനുള്ള അവകാശം ദൈവത്തിനാണ് എന്നുള്ളൊരു തോന്നുന്നത്. അത് ഇല്ലാതാക്കണമെന്നുള്ളൊരു സ്വഭാവക്കാരിയാണ് ഞാൻ. ക്യാപിറ്റൽ പണിഷ്മെന്റ് അതാണ്. നമുക്ക് വേറെ ഒരുപാട് മാർഗ്ഗം. ഇവനെ പുറത്ത് വിടാതാകാം, ഇവനെ ക്ലോസ് വാച്ചിൽ വയ്ക്കാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും പറ്റൂല. അഴിമതി. ഇപ്പോൾ ഒരുത്തനെ ജയിലിൽ കൊണ്ടുപോയാൽ അവന് പൈസ ഇല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുക. പിന്നെ എന്തോന്ന് നടയടി എന്നും പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എല്ലാവരെയും അടിക്കുക. അപ്പോൾ ഇതൊക്കെ ഇത് ഉണ്ടോ ഇല്ലെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു കേസിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞതാണ്. അവരൊരു ചെക്ക് കേസിൽ പ്രതിയായി റിമാൻഡ് ചെയ്തു. എന്നിട്ട് അവരങ്ങോട്ട് ജയിലിലോട്ട് കടക്കുമ്പോഴത്തേക്ക് ഒരൊറ്റ അടി ചെവിയിലോട്ട് മറിഞ്ഞവരങ്ങ് വീണു. അവരെ എടുത്ത് PRS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വന്നപ്പോഴാണ് അവർ പറയുക, നടയടി എന്നൊരു സമ്പ്രദായം ഉണ്ട് പോലും. അവിടുത്തെ വലിയ മിടുമിടുക്കന്മാർ, വലിയ പിന്നെ ക്രിമിനൽസ് ഉണ്ടല്ലോ, അവർ വന്ന് കയറി വരുന്നവരൊരു അടി അടിക്കുമെന്ന്. ഇതെന്ത് സമ്പ്രദായം! ഇത് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നി. അത് ജയിലധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജയിലൈജിയോട് ഞാനൊരിക്കൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു കളഞ്ഞു. ഉള്ളതോ ഉള്ളതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. അത് ജീവിതത്തിൽ ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടായിരിക്കാം, അബ്ദുൽ കലാം. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ആരാധനയാണ്. അതുപോലെ അമ്മയ്ക്ക് ഈ ഒരു ജീവിതത്തിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റോൾ മോഡലായിട്ട് കാണുന്ന അങ്ങനെ റോൾ മോഡൽ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാതാമൃതാനന്ദമയി. ഒരു വിശ്വത്തിലുള്ള ഓരോ മനുഷ്യനും മനുഷ്യരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ലക്ഷത്തിലൊരംശമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് തോന്നിപ്പോകുന്നുണ്ട് പലപ്പോഴും. കാരണം നമ്മുടെ കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഏതെല്ലാം സ്റ്റേറ്റിൽ എന്തെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്മയോട് ഭയങ്കര വിശ്വാസവും സ്നേഹവുമാണ്. ഞാൻ പോകാറുണ്ട്, ബർത്ത്ഡേക്കൊക്കെ ഞാൻ പോകാറുണ്ട്. ഇത് എൻ്റെ കുട്ടികളെ വളർത്തുന്നത് പോലെ അടുത്ത കുട്ടിയെ കാണാൻ നമുക്ക് കഴിയണം. പക്ഷേ എപ്പോഴും നമുക്ക് പറ്റില്ല. നമുക്ക് ഒരേയൊക്കെ സ്വാർത്ഥത നമുക്കുണ്ട്. ആ സ്വാർത്ഥത ഒരു പരിധി വരെ വെച്ചിട്ട് ബാക്കി സമൂഹത്തിന് വേണ്ടി കൊടുക്കണം. ഇപ്പം എൻ്റെ മുമ്പിൽ ഒരുപാട് വൃദ്ധ മാതാപിതാക്കൾ വന്ന് ദുഃഖിച്ചത് ഞാൻ കണ്ടു. അതിന് വേണ്ടിയിട്ടാണ് കൊടിതൂക്കിമല എന്ന് പറയുന്ന സ്ഥലത്ത്, അരുവിപ്പുറം ക്ഷേത്രത്തിനടുത്ത് കൊടിതൂക്കിമല പോകുന്ന വഴിയിൽ അവിടെ ഇപ്പം ഞങ്ങൾ 1 ഏക്കർ 58 സെൻറ്റ് ഭൂമി വാങ്ങിച്ച് വിശ്വനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഉണ്ടാക്കി. അതിലിപ്പോൾ 172 പേരുണ്ട്. ഇവിടുത്തെ മിക്കവാറുള്ള ഡോക്ടേഴ്സ്, പ്രൊഫസേഴ്സ്, എൻജിനീയേഴ്സൊക്കെയാണ് അതിൻ്റെ മെമ്പേഴ്സ്. അത് ഇപ്പം 8 സൂട്ട് വൃദ്ധസദനം, അതായത് പൈസക്കാരായിട്ടുള്ളവർക്ക് വേണ്ടി. കാരണം പാവങ്ങൾക്ക് അനാഥാലയങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ പൈസയുള്ള ആൾക്കാർ മക്കളൊക്കെ ഫോറിനിൽ പോയിട്ട് ഈ അച്ഛനമ്മമാരെ നോക്കാൻ ആളില്ല. ഇപ്പോൾ എല്ലാം ഏജൻസി പറഞ്ഞ് അവരെ കുരുതി കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കപ്പിളിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൂട്ട് ഇപ്പോൾ 8 സൂട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, എൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ കഥ ഞാൻ പറയാം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ എല്ലാം കൂത്താട്ടുകുളത്താണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയും അമേരിക്കയിലാണ്. പുള്ളിക്കാരൻ്റെ മുത്തശ്ശി മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഒരുപാട് റബ്ബറും കാര്യങ്ങളും ഒക്കെ ഉള്ള വലിയ വീടും ഒക്കെ ആയിട്ട് നല്ല അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അമേരിക്കയിലാണ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം അമേരിക്കയിലാണ്. അപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ നാട്ടിലുള്ളത്. അപ്പം നാച്ചുറലി ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോകേണ്ടതാണ്. അവിടെ പല പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്കും മുത്തശ്ശി ഒറ്റയ്ക്കായി പോകും. മുത്തശ്ശിയെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പം മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇല്ല, എനിക്ക് ഒരു അമേരിക്കയും വേണ്ട, എനിക്ക് ഒരു സംഭവം വേണ്ട, ഞാൻ മുത്തശ്ശിയുടെ കൂടെ
ഇരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്നേഹമാണ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാവേണ്ടത്. എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്നത്. എന്നേക്കാൾ വലുതായി എൻ്റെ മകൻ വളരണം എന്നാഗ്രഹിച്ചുകൊണ്ട് വളർത്തുന്ന ഈ മകൻ കല്യാണം കഴിച്ച് പോയി കഴിയുമ്പം പിന്നെ അച്ഛനമ്മമാരെ അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഈ അവഗണനയാണ് ഈ ഒരു അമ്മയ്ക്ക് ഏറ്റവും ദുഃഖം ഉണ്ടാക്കുന്നത്, അച്ഛനും അമ്മയ്ക്കും അത് തന്നെ. ഈ ദുഃഖമാണ് ശാപമായിട്ട് മക്കൾക്ക് ഫലിക്കുന്നത്. അത് മനസ്സിലാക്കൂലല്ലോ. അതിപ്പോ ഇത് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓർക്കൂല. ഇതൊക്കെ ഒരു കാലത്ത് ഓർക്കുമ്പോഴത്തേക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. എന്തായാലും ചരിത്രം ആവർത്തിക്കും. നമ്മള് ഇപ്പൊ കാണുന്നത് മുഴുവൻ ഈ മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ജാതിമത വിദ്വേഷവും. നമ്മൾ ആദ്യം അമ്മ പറഞ്ഞ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ വാക്കുകളാണ്, ജാതി ഭേദ മതദ്വേഷം. നമ്മളിപ്പോ കാണുന്നത് മുഴുവൻ അത് തന്നെയാണ്. ഇതൊക്കെ ഇത്രയും വലിയ ആൾക്കാർ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നിട്ട് പോയിട്ട് പോലും നമ്മളത് വർദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അത് ഉൾക്കൊള്ളാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ശരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ മതം ആരുണ്ടാക്കി? ദൈവം മതം ഉണ്ടാക്കിയില്ല, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയത് നമ്മുടെ ഗാനഗന്ധർവനാണ്. അദ്ദേഹം ഇന്നും ആ പാട്ട് പാടുമ്പോൾ കണ്ണു നിറയാറുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. അദ്ദേഹം ഇതുപോലെ ഒരു വിശ്വപൗരനാണ്. അതെ, തീർച്ചയായും. കാരണം എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും അങ്ങനെ ഒരു നല്ല ഒരു മനുഷ്യനാണ്. തീർച്ചയായും. ആ പാട്ട് കേൾക്കാല്ലേ? അത് കേൾക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി. ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു.